ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. ഏതൊക്കെയായിരുന്നു പഠിപ്പിച്ചത്? ആ, ആ, ഇ. ഈ 3 അക്ഷരങ്ങളല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചത്? ഏതൊക്കെയായിരുന്നു? ആ, പിന്നെ ഏതക്ഷരായിരുന്നു പഠിച്ചത്? ആ, പിന്നെ ഏതക്ഷരമായിരുന്നു നമ്മൾ പഠിച്ചത്? ഇ. ഏതായിരുന്നു പഠിച്ചത്? ഇ. അല്ലേ? ഈ 3 അക്ഷരങ്ങളല്ലേ പഠിച്ചിരുന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഈ. ഏതാക്ഷരം? ഈ. ഈക്ക് എന്തോ ചെയ്യണം? നീട്ടു കൊടുക്കണം. നമ്മൾ ആയിക്ക് നീട്ടു കൊടുത്ത് പറഞ്ഞില്ലേ? ആ. അതുപോലെ ഈക്ക് നീട്ടു കൊടുത്തും പറയണം. ഈ. പഠിക്കാം. ശ്രദ്ധിച്ചേ. നമ്മൾ ഈ എഴുതാൻ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ വന്നു, ഒരു റായിട്ടു, വീണ്ടും ഒരു റായിട്ടു, പാമ്പ് കണക്ക് ഇങ്ങനെ പോയി അല്ലേ? ഇനി എന്തോ ചെയ്യണം? ഈന്ന് നീട്ടപ്പം എന്തോ ചെയ്യണം? ഇപ്പുറത്തോട്ട് നമ്മൾ ഒരു ഞാ ഇടണം. എന്നിട്ട് ഇങ്ങനെ ഒരു വാലങ്ങ് കൊടുക്കണം. ഞായ്ക്കൊരു വാലുണ്ട് കേട്ടോ. ഞായ്ക്ക് നമ്മൾ വാല് കൊടുക്കണം. എങ്ങനാ അപ്പം? ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. എങ്ങനായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇങ്ങനെ പാമ്പ് കണക്ക് വന്നു. എന്നിട്ട് എന്തോ ചെയ്തു? ഞായ്ക്കൊരു വാല് കൊടുത്തു അല്ലേ? എന്തോ കൊടുത്തു? ഞായ്ക്കൊരു വാല് കൊടുത്തു. എളുപ്പമല്ലേ ഈ എന്ന് പറയുന്ന അക്ഷരം എഴുതാൻ? എളുപ്പമല്ലേ? ഒന്നും കൂടെ എഴുതി കാണിക്കട്ടെ. എങ്ങനായിരുന്നു? ഇങ്ങനെ വന്നു, ഇങ്ങനെ ഈ എഴുതാൻ പഠിച്ചില്ലേ നമ്മള്? എന്നിട്ട് ഞാ കണക്ക് എഴുതി ഇങ്ങനെ ഒരു വാല് കൊടുത്തു. ഈ. ഏതാക്ഷരം? ഈ. ഓക്കെ. ഇനി നമുക്ക് 2 ലൈനിൽ ഈ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാ എഴുതുന്നതെന്ന് നോക്കാം. നമ്മൾ എന്തോ ചെയ്യണം? ഈ കണ്ടോ? ഇവിടുന്ന് കറക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ. എന്നിട്ട് എന്തോ ചെയ്യണം? ഇങ്ങനെ കറക്കി ഒരു റാ എഴുതുന്നു. എന്നിട്ട് വീണ്ടും നമ്മളൊരു റാ എഴുതുന്നു. എന്നിട്ട് എന്തോ ചെയ്യണം? നമ്മുടെ പാമ്പിൻ്റെ കണക്ക് ഇങ്ങനെ പോണം. എന്നിട്ട് എന്തോ ചെയ്യും? ഇങ്ങനെ 2 ഞാ എഴുതുന്നു. ഞായ്ക്കൊരു വാല് കൊടുക്കുന്നു. ഈ. കണ്ടോ എഴുതുന്നത് എങ്ങനെയാണെന്ന്? മനസ്സിലായോ? എങ്ങനെ ഈസി മെത്തേഡിൽ എഴുതുന്നതെന്ന് മനസ്സിലായോ? ഒന്നും കൂടെ നോക്കിക്കേ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കറക്കി ഒരു റാ എഴുതുന്നു. എന്നിട്ട് അടുത്തത് ഇവിടുന്ന് ഒരു റായും കൂടെ എഴുതുന്നു. എന്നിട്ട് പാമ്പ് കണക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് ഇവിടെ നമ്മൾ 2 ഞാ എഴുതിയിട്ട് ഞായ്ക്കൊരു വാല് കൊടുക്കുന്നു. ഈ. ഏതാക്ഷരം? ഈ. എളുപ്പമല്ലേ? ഇനി നമുക്ക് ആദ്യം മുതൽ. അപ്പം അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ഒരു പേജ് എടുത്തിട്ട് ആ പേജിൽ ഈ എന്ന് പറയുന്ന അക്ഷരം മാത്രം എഴുതി പഠിക്കണം കേട്ടോ. ഈക്ക് നീട്ട് കൊടുക്കുമ്പം ഞാ കണക്ക് എഴുതി വാല് കൊടുക്കും. ഓർത്ത് വെച്ചേക്കണം. അപ്പൊ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളെല്ലാം കൂടി എഴുതി കാണിക്കാം. ആ. ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു? ആ. ആ. പിന്നെ പഠിച്ച അക്ഷരം ഏതായിരുന്നു നമ്മള്? ആ. എന്തോ ചെയ്യണം? ആയിക്ക് നീട്ട് കൊടുക്കണം. അപ്പം ആ കണക്ക് ആ എഴുതുക. എന്നിട്ട് എന്തോ ചെയ്യണം? വെളിയിലോട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങണം. നീട്ട്. ആ. അടുത്ത് പഠിച്ച അക്ഷരം ഏതായിരുന്നു? ഈ. ഈ എങ്ങനെയായിരുന്നു? നോക്കിക്കേ. ഇങ്ങനെ എഴുതി റാ കണക്ക് വന്നു, വീണ്ടും ഒരു റാ ഇട്ടു, ഇങ്ങനെ പോണം. ഏതായിരുന്നു അക്ഷരം? ഈ. ഏതായിരുന്നു അക്ഷരം? ഈ. ഇനി ഈക്ക് നീട്ട് കൊടുക്കപ്പോ എങ്ങനെ പറയും? ഈ. അപ്പൊ എന്തോ ചെയ്യണം?
ആദ്യം നമ്മൾ ഈ എഴുതുക, ഈ എഴുതുക. എന്നിട്ട് എന്ത് വേണം? ഈ ഞാ കണക്ക് എഴുതി വാല് കൊടുക്കണം. ഈ. ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്? ആ, ആ, ഇ, ഈ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.